التمسك بالأثر نجاه. الحمد لله رب العالمين صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ളയുടെ അൽ ഖവാഇദുൽ മുസ്ല ഫി സിഫാത്തില്ലാഹി തആല വ അസ്മാഇഹി അൽ ഹുസ്ന എന്ന ഗ്രന്ഥത്തിന്റെ ചില ആമുഖങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ സംസാരിച്ചത്. ഇമാം ഇബ്നു ബാസ് റഹിമഹുള്ള അതിനെ നൽകിയിരിക്കുന്ന ഒരു തഖ്ദീം, അതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഇനി മുസന്നിഫ് റഹിമഹുള്ള ഈ ഗ്രന്ഥത്തിന് നൽകുന്ന മുഖദ്ദിമയാണ്. ബിസ്മി കൊണ്ടാണ് മുസന്നിഫ് റഹിമഹുള്ള ആരംഭിക്കുന്നത്. ചില നുസ്ഖകളിലെ ബിസ്മി കാണുന്നില്ലെങ്കിലും ബിസ്മി കൊണ്ട് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് എന്നാണ് അതിന്റെ ശാരിഹ്യങ്ങളിൽ പലരും വ്യക്തമാക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി. സാധാരണ രീതിയിൽ ഖുതുബത്തുൽ ഹാജയുടെ പദങ്ങൾ കൊണ്ടാണ് ഇവിടെ മുസന്നിഫ് റഹിമഹുള്ള ആരംഭിക്കുന്നത്. അള്ളാഹുവിനെ ഹംദ് പറഞ്ഞുകൊണ്ട്, അവനോട് സഹായം ചോദിച്ചുകൊണ്ട്, ബിസ്മിയിൽ തന്നെ അള്ളാഹുവിനോടുള്ള സഹായ ചോദ്യമുണ്ട്. അതേപോലെ തന്നെ ഏതൊരു പ്രമുഖ കാര്യവും ആരംഭിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ പൂർത്തീകരണത്തിനും തുടർച്ചയ്ക്കുമെല്ലാം അത് അനിവാര്യവുമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു, ഞങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അതായത് അള്ളാഹുവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അവന് നൽകേണ്ട ആദരവുകളും ബഹുമാനവുമെല്ലാം നൽകുന്നു. അതാണ് ഹംദ് കൊണ്ട് അർത്ഥമാക്കുന്നത്. വനസ്തഈനുഹു, അവനോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. വനസ്തഗ്ഫിറു, അതേപോലെ തന്നെ പാപമോചനം ഞങ്ങൾ അവനോട് തേടുകയാണ്. പാപമോചനവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഒരു ഘടകമാണ് അവന്റെ ജീവിത വിജയത്തില്, പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുമ്പോൾ. വനതൂബു ഇലൈഹി, അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. വളരെ അർത്ഥവത്തായ രണ്ട് പ്രാർത്ഥനകളാണ്. അള്ളാഹുവിൽ രക്ഷ ചോദിക്കുകയാണ്. ഒന്ന്, വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ, അള്ളാഹുവിനോട് ഞങ്ങളുടെ നഫ്സുകളുടെ ഷർറുകളിൽ നിന്ന് അഭയം ചോദിക്കുന്നു, രക്ഷ ചോദിക്കുന്നു. നഫ്സുകൾ പലപ്പോഴും മനുഷ്യനിൽ പല ഷർറുകളും ഉണ്ടാക്കും, തിന്മകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും, അതിനുള്ള പ്രേരണകൾ നൽകും. അപ്പോൾ അങ്ങനെയുള്ള ഷർറുകളിൽ നിന്ന് അള്ളാഹുവെ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിന്മകളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ അത് ഇടയാക്കും. അതേപോലെ ഒമിൻ സയ്യിആതി അഅമാലിന, ഞങ്ങൾ ചെയ്തിരിക്കുന്ന ദുഷ്കർമ്മങ്ങള്, പാപങ്ങള്, അത് മുഖേന ഉണ്ടാകുന്ന സയ്യിആത്തുകളുണ്ട്. ദുഃഖിപ്പിക്കുന്ന പല സംഭവങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളായി ഉണ്ടാകാം. ഏതൊരു പാപം ചെയ്താലും സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാവും. അപ്പോ പാപങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കുന്നു. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു, അള്ളാഹു ആർക്കെങ്കിലും ഹിദായത്ത് നൽകുന്നുവെങ്കിൽ അവനെ ളലാലത്തിലാക്കാൻ, വഴിതെറ്റിക്കാൻ ആരും തന്നെയില്ല. വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു, അള്ളാഹു ആരെങ്കിലും വഴിതെറ്റിച്ചാൽ അവനെ വഴി കാണിച്ചു കൊടുക്കാനും ആരും തന്നെയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് ഹിദായത്ത് തൗഫീഖ് അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് അത് ചോദിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം തൗഹീദ് കൊണ്ടും റിസാലത്ത് കൊണ്ടും സാക്ഷ്യം പറയുകയാണ്. വഅഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഇബാദത്തിന് യഥാർത്ഥത്തിൽ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഹ്ദഹു ലാ ശരീക ലഹു,
അവൻ മാത്രമാണ് ഏകനായി ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവൻ, അവന് യാതൊരു പങ്കാളികളുമില്ല. അതേപോലെ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബി, അള്ളാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും നബിയുടെ ആലിന്റെ മേലും അസ്ഹാബികളുടെ മേലും സ്വലാത്ത് ചെയ്യട്ടെ. വമൻ തബിഅഹും ബിഇഹ്സാനി, അവരെ യഥാവിധം പിന്തുടരുന്നവർക്കും വസല്ലമ തസ്ലീമൻ, അവർക്ക് അല്ലാഹു സലാമും ചൊരിയട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് വിഷയത്തിലേക്ക് കടക്കുന്നത്. വബഅദു, പറയുന്ന ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും എല്ലാം പറഞ്ഞതിന് ശേഷം ഇമാം അവർകള് എന്താണ് ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം, ഇതിന്റെ രചനയുടെ പ്രാധാന്യം എന്താണ്, ഇതിന്റെ കാരണം എന്താണ് എന്ന് വിശദീകരിക്കുകയാണ്. ഫഇന്നൽ ഈമാന ബി അസ്മാഇല്ലാഹി വസിഫാതിഹി അഹദു അർക്കാനിൽ ഈമാനി ബില്ലാഹി തആല, അള്ളാഹുവിന്റെ അസ്മാകളിലും സിഫാത്തുകളിലുമുള്ള വിശ്വാസം അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ റുക്കുനുകളിൽ ഒന്നാണ്. നമുക്കറിയാം ഈമാനിന്റെ പ്രധാനപ്പെട്ട 6 റുക്കുനുകളുണ്ട്. അതിൽ പ്രഥമമായതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള ഈമാൻ. അള്ളാഹുവിലുള്ള ഈമാനിന്റെ ഒരു റുക്കനാണ് എന്ത്? അള്ളാഹുവിന്റെ അസ്മാകളിലും സിഫാത്തുകളിലും വിശ്വസിക്കുക എന്നത് യഥാവിധം. ഏതാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ അർക്കാനുകൾ? വഹിയൽ ഈമാനു ബി വുജൂദില്ലാഹി തആല. ഒന്നാമതായി ഇവിടെ മുസ്ലിഫ് പറയുന്നത് അള്ളാഹുവിന്റെ വുജൂദിലുള്ള ഈമാനാണ്, അള്ളാഹുവിന്റെ അസ്തിത്വം, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലാണ്. ഇത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ശേഷം വരുന്ന റുക്കുനുകള് വൽ ഈമാനു ബിറുബൂബിയ്യതിഹി വൽ ഈമാനു ബി ഉലൂഹിയ്യതിഹി വൽ ഈമാനു ബി അസ്മാഇഹി വസിഫാതിഹി, ശേഷം പറഞ്ഞ 3 കാര്യങ്ങളിലും ഉൾപ്പെടുന്ന കാര്യം തന്നെയാണെന്ത്? അള്ളാഹുവിന്റെ വുജൂദ്. പക്ഷെ അത് പ്രത്യേകം അതിന്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് സൂചിപ്പിച്ചതാണ്. അപ്പൊ അള്ളാഹുവിന്റെ വുജൂദില് വിശ്വസിക്കുക, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ വിശ്വസിക്കുക. അള്ളാഹുവാണ് ഖാലിഖ്, അവൻ മാത്രമാണ്. അതേപോലെ മാലിക്കും മുദബ്ബിറും എല്ലാം അള്ളാഹുവാണെന്നുള്ള യഥാവിധമുള്ള വിശ്വാസം, അതാണ് രണ്ടാമത്തെ ഘടകം. അതേപോലെ വലിയ ഈമാനു ബി ഉലൂഹിയത്തി, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലുള്ള ആരാധനയ്ക്കുള്ള അർഹത യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവന് മാത്രമേ ഇബാദത്ത് അർപ്പിക്കപ്പെടാവൂ എന്നുള്ള വിശ്വാസം. അതുപോലെ വലിയ ഈമാനു ബി അസ്മാഇഹി വസിഫാത്തിഹി, അതേപോലെ അള്ളാഹുവിന്റെ അസ്മാകളുണ്ട്, സിഫാത്തുകളുണ്ട്, ഇവകളിലുള്ള വിശ്വാസം. അപ്പൊ ഈ 4 ഘടകങ്ങളിൽ ഒന്നാണെന്ത്? അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാകണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കണം. അപ്പൊ അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അള്ളാഹുവിന്റെ അസ്മാകളിലും സിഫാത്തുകളിലുമുള്ള വിശ്വാസം. എന്നിട്ട് ഇമാമുകൾ പറയാം തൗഹീദുല്ലാഹി ബിഹി, അതായത് തൗഹീദുല്ലാഹി ബിൽ അസ്മാഇ വസ്സിഫാത്ത് എന്നർത്ഥം. അസ്മാ സിഫാത്തുകളിൽ കൊണ്ട് അള്ളാഹുവിന്റെ തൗഹീദ്, അതിലുകൊണ്ടുള്ളതായ അള്ളാഹുവിന്റെ ഏകത്വം. ഇത് അഹദു അഖ്സാമി തൗഹീദി അസ്സലാസ, തൗഹീദിന്റെ 3 ഖിസ്മുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൗഹീദുർ റുബൂബിയ്യ വ തൗഹീദുൽ ഉലൂഹിയ്യ വ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അപ്പൊ ഈ 3 അഖ്സാമുകളില് ഒന്നാണെന്ത്? അസ്മാ സിഫാത്തുകളിലുള്ളതായ തൗഹീദ് എന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്ഥാനം എന്താണ്? മഹത്തായ സ്ഥാനമാണ്. ഫമൻസിലതുഹു ഫിദ്ദീനി ആലിയ. അതുകൊണ്ട് തന്നെ ദീനിൽ ഇതിനെക്കുറിച്ച്, അതായത് ഈ അസ്മാ സിഫാത്തുകളുടെ പഠനം, അതിന് മനസ്സിലാക്കൽ, അതിന്റെ തൗഹീദ്, അതിന്റെ ഏകത്വം അംഗീകരിക്കുക എന്നുള്ളത് ഉയർന്ന സ്ഥാനത്തുള്ളതാണ്. വഅഹമ്മിയതുഹു അദീമ, അതിന്റെ പ്രാധാന്യവും വളരെ മഹത്തരമാണ്, ഗൗരവം നിറഞ്ഞതാണ്. വലാ യുംകിനു അൻ അഹദൻ യഅബുദുല്ലാഹ അലൽ വജ്ഹിൽ അക്മലി ഹത്താ യകൂന അലാ ഇൽമിൻ ബിഅസ്മാഇല്ലാഹി തആല വസിഫാതിഹി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ മുഖദ്ദിമയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പല സ്ഥലങ്ങളിൽ ഊന്നി പറയുന്ന ഒരു കാര്യമാണിത്. ഒരാൾക്ക് യഥാവിധം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അക്മലായ രൂപത്തില്, സമ്പൂർണമായ നിലയില് അള്ളാഹുവിനെ ഒരാൾ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അതിന് സാധിക്കുകയില്ല. എപ്പോഴല്ലാതെ അവന് ഹത്താ യകൂന അലാ ഇൽമിൻ ബി അസ്മാഇല്ലാഹി തആല വസിഫാതിഹി, അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ചും സിഫാത്തുകളെ കുറിച്ചും
ഇൽമുള്ള അവസ്ഥയിലല്ലാതെ അവൻ എന്ത് ചെയ്യണം? അതിന്റെ മേലുള്ള ഇൽമില് ആയിത്തീരണം. അതിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യുമ്പോഴാണ് അവന്റെ ഇബാദത്തുകൾ സമ്പൂർണമായിട്ട് സംഭവിക്കുകയുള്ളൂ. അത് എത്രത്തോളം നല്ല രീതിയിൽ പഠിക്കുന്നുവോ അതിനനുസരിച്ച് അവന്റെ ഇബാദത്തുകൾ എന്തായിത്തീരും? സമ്പൂർണമായി തീരും. എത്രത്തോളം കുറവ് അതിലുണ്ടോ അതിനനുസരിച്ച് അവന്റെ ഇബാദത്തുകൾ എന്ത് ചെയ്യുന്നതാണ്? അതിന് പാളിച്ചകൾ സംഭവിക്കും, കുറവുകൾ സംഭവിക്കുന്നതാണ്. ലിയഅബുദഹു അലാ ബസീറത്തിൻ, ബസീറത്തോട് കൂടിയിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ല ഉൾക്കാഴ്ചയോടെ, നല്ല ബോധത്തോടെ, നല്ല ജീവനോടെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അപ്പോ എന്താണ് അതിന് കാരണം എന്നാണ് ഇമാമുകൾ വിശദീകരിക്കുന്നത്. അള്ളാഹുവിന് അസ്മാകളുണ്ട്. അതെങ്ങനെയുള്ളതാണ്? അൽ ഹുസ്ന, ഹുസ്നയായതാണ്. അത് ശേഷം ഒന്നാമത്തെ കായികത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്താണ് ആ ഹുസ്ന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ അവനോട് ദുആ ചെയ്തു കൊള്ളുക. ആ അസ്മാകൾ കൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. വഹാദാ യശ്മലു ദുആ അൽ മസ്അലത്തി വ ദുആ അൽ ഇബാദ. അപ്പോൾ ഒരാളുടെ ഇബാദത്ത് ദുആ എന്ന് പറയുമ്പോൾ ദുആ ചെയ്യാനാ പറഞ്ഞത്, അസ്മാകൾ കൊണ്ട് ദുആ ചെയ്തുകൊള്ളാനാ പറഞ്ഞത്. ദുആകൾ രണ്ട് വിധമുണ്ട് നമുക്കറിയാം. ഒന്ന് ദുആഉൽ മസ്അലയാണ്, മറ്റൊന്ന് ദുആഉൽ ഇബാദത്താണ്. ദുആഉ മസ്അല എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചു കാണും, ഷെയ്ഖ് അവറുകൾ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഫദുആഉൽ മസ്അലത്തി അൻ തുഖദ്ദിമ ബൈന യദൈ മത്ലൂബിക മിൻ അസ്മാഇല്ലാഹി തആല മാ യകൂനു മുനാസിബൻ മിസ്ല അൻ തഖൂൽ. അതായത് നമ്മുടെ ആവശ്യം എന്താണോ, തേട്ടം എന്താണോ, അതിനു മുന്നിൽ നമ്മൾ എന്ത് ചെയ്യുക? സമർപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഇസ്മുകളിൽ നിന്ന് എന്താണോ അനുയോജ്യമായി തീരുന്നത് അങ്ങനെയുള്ള ഒരു ഇസ്മ. ഉദാഹരണം പറഞ്ഞാൽ മിസ്ല അൻ തഖൂൽ യാ ഗഫൂർ ഇഗ്ഫിർ ലി. ഒരാൾ അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ്. അപ്പൊ പാപമോചനം ലഭിക്കുക എന്നുള്ളതാണ് അവന്റെ തേട്ടം. അപ്പൊ അതിനോട് അനുയോജ്യമായ അള്ളാഹുവിന്റെ ഇസ്മുകളെ മുന്നോട്ട് വെക്കുക, അതിനെ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക, ധാരാളം പുറത്തു കൊടുക്കുന്നവനെ ഇഗ്ഫിർലി, എനിക്ക് പാപമോചനം നൽകണമേ. അതേപോലെ വയാ റഹീമു ഇർഹംനി, റഹ്മത്ത് നൽകുന്നവനായ അള്ളാഹുവെ എന്നോട് നീ കരുണ കാണിക്ക്. വയാ ഹഫീദ് ഇഹ്ഫദ്നി വനഹു ദാലിക. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുന്നേ എന്താണോ ആവശ്യം അതിനോട് അനുയോജ്യമായിരിക്കുന്ന അള്ളാഹുവിന്റെ അസ്മാകള് മുൻനിർത്തിക്കൊണ്ട് അത് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഒരു കാര്യം നേരിട്ട് ചോദിക്കലാണ്, ആവശ്യപ്പെടലാണ്. അതാണ് ദുആ മസ്അല. അപ്പോ ഇവിടെ ഫദ്ഉഹു ബിഹ, ഈ അസ്മാകൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തോ എന്ന് പറഞ്ഞാൽ അവിടെ ഈ ദുആ മസ്അലയും പെടും, അതേപോലെ തന്നെ എന്തും പെടുന്ന പറഞ്ഞ ദുആഉൽ ഇബാദയും പെടും. ദുആഉൽ ഇബാദത്ത് എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ സ്മരിക്കലാണ്. അള്ളാഹുവിന് നമ്മൾ ചെയ്യുന്ന ഏതൊരു താഅത്താകട്ടെ അതിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ദുആയുടെ അംശം അതിൽ അടങ്ങിയിട്ടുണ്ട്. ശൈഖ് അവറുകൾ പറയുന്നു, ദുആഉൽ ഇബാദത്തി, ദുആഉൽ ഇബാദത്ത് അൻ തതഅബ്ബദ ലില്ലാഹി തആല ബിമുഖ്തദാ ഹാദിഹിൽ അസ്മാ. ഈ ഇസ്മുകളുടെ ഒരു താല്പര്യമുണ്ട്. അതായത് ഏതൊരു ഇസ്മ അള്ളാഹ്ക്കുണ്ടോ അതിന് ചില താല്പര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. അതൊരു ഇസ്മാണ്, അതിനേക്കാൾ അപ്പുറം അതില് ചില സിഫാത്തുകൾ ഉണ്ടാകും. ആ സിഫാത്തുകളുടെ ഒരു തേട്ടം ഉണ്ടാവും. ആ തേട്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യലാണ്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ്. ഉദാഹരണം പറഞ്ഞാൽ ഫതഖൂമു ബിത്തൗബ ഇലൈഹി, അള്ളാഹുവിലേക്ക് നീ തൗബ ചെയ്തു മടങ്ങുന്നു. കാരണം എന്താണ്? ലഅന്നഹു തവ്വാബ്, അവൻ തവ്വാബാണ്, ധാരാളം തൗബ സ്വീകരിക്കുന്നവനാണ്, പുറത്തു കൊടുക്കുന്നവനാണ്. അപ്പോ തവ്വാബാണ് എന്നുള്ളതിനാൽ അതിന്റെ തേട്ടം ആണ് അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുക? പശ്ചാത്തപിച്ചു മടങ്ങുക, തൗബ ചെയ്യുക എന്നുള്ളത്. അതുപോലെ വതദ്കുറഹു ബിലിസാനിക, നിന്റെ നാവ് കൊണ്ട് നീ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു, സ്മരിക്കുന്നു, ദിക്ർ ചെയ്യുന്നു. കാരണം എന്താ? ലഅന്നഹു അസ്സമീ, അവൻ സമീഅാണ്. അപ്പൊ ആ സമീഅ എന്നുള്ള ഇസ്മ അതിന്റെ ആവശ്യം എന്താണ്? അത് നമ്മളോട് തേടുന്നത് എന്താണ്? അള്ളാഹു നമ്മുടെ ദിക്റുകൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നല്ല സംസാരങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവൻ സമീഅാണ് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സംസാരങ്ങൾ ചൊവ്വാക്കി തീർക്കുന്നു. നല്ല സംസാരങ്ങൾ മാത്രം, വെറുപ്പിക്കാത്ത അല്ലെങ്കിൽ ആളുകൾക്ക് സന്തോഷം പകരുന്ന സംസാരങ്ങൾ സംസാരിക്കുന്നു. അതുപോലെ തതഅബ്ബദ ലഹു ബിജവാരിഹിക് ലിഅന്നഹു അൽ ബസീർ, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്യുന്നു, ഇബാദത്തുകൾ അർപ്പിക്കുന്നു. കാരണം അള്ളാഹു ബസീറാണ്, അവൻ കാണുന്നുണ്ട് എന്റെ എല്ലാ പ്രവർത്തികളും, എന്റെ കാഴ്ചയും, എന്റെ നോട്ടവും, എന്റെ സംസാരവും, എന്റെ കേൾവിയും, എന്റെ നടത്തവും, എന്റെ പിടുത്തവും എല്ലാം ആര് കാണുന്നുണ്ട്? അള്ളാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് എന്റെ എല്ലാ ചലനങ്ങളും
ശരിയായി തീരേണ്ടതുണ്ട്, അള്ളാഹുവിന് ഇഷ്ടമുള്ളതായി തീരേണ്ടതുണ്ട്. കാരണം അള്ളാഹു ബസീറാണ്. അപ്പൊ ഇസ്മിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? അതിന്റെ തേട്ടത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ രഹസ്യത്തിലാണെങ്കിൽ പോലും ആരും അറിയുന്നില്ല, കൂട്ടുകാരില്ല, മാതാപിതാക്കളില്ല, ഭാര്യ ഭർത്താക്കന്മാരില്ല, ആരും തന്നെ ഇല്ല. പക്ഷെ ആ സമയത്തും രഹസ്യമാകുമ്പോഴും നീ അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട്. കാരണം എന്താണ്? അവൻ ലത്തീഫാണ്, ഖബീറാണ്, സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവനാണ് അള്ളാഹു. അപ്പോ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വരെയും അള്ളാഹു എന്ത് ചെയ്യും? അറിയും. അതുകൊണ്ട് രഹസ്യത്തിൽ വരെയും അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പോ ഈ രീതിയിൽ ഓരോ അസ്മാകളുടെയും താല്പര്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് അവൻ എന്ത് ചെയ്യുന്നു? ഇബാദത്ത് ചെയ്യുന്നു. അപ്പോ ഈ പറയുന്ന ഇബാദത്തുകൾ ഏറ്റവും ചൊവ്വായി തീരാൻ സഹായകരമാകുന്ന കാര്യമാണത്. എന്നിട്ട് ഷെയ്ഖ് അവറുകൾ പറയുന്നു, ഓമിൻ അജ്ലി മൻസിലതിഹി ഹാദിഹി ومن أجل كلام الناس فيه بالحق تارة وبالباطل الناشئ عن الجهل أو التعصب تارة أخرى. അപ്പോ ഇത് രചിക്കാനുള്ള കാരണം പറയണം. ഇതിന്റെ സ്ഥാനം ഇങ്ങനെയായിരിക്കെ, അതായത് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ്. അള്ളാഹുവിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. തൗഹീദാണ് ഒരു മനുഷ്യന്റെ ജയപരാജയങ്ങളെ എന്ത് ചെയ്യുക? തീരുമാനിക്കുക. സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തൗഹീദാണ്. അതുകൊണ്ട് അതിന്റെ സ്ഥാനം വലുതാണ്. അതേപോലെ തന്നെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക എന്നുള്ളതാണ് തൗഹീദിന്റെ ഏറ്റവും അകക്കാമ്പ്. അത് യഥാവിധം ശരിയായിട്ട് നിർവഹിക്കണമെങ്കിലും എന്ത് തന്നെ വേണം? ഈ അസ്മാ സിഫാത്തുകൾ പഠിക്കേണ്ടതുണ്ട് യഥാവിധം. അങ്ങനെ അതിന്റെ സ്ഥാനം ഇത്രത്തോളം ഉണ്ട് എന്നിരിക്കെ ഒമിൻ അജ്ലി കലാമിൻ നാസി ഫീഹി ബിൽ ഹഖ് താറത്തൻ, അതേപോലെ തന്നെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വിഷയത്തില് ചിലപ്പോഴെല്ലാം ഹക്കായ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തലുണ്ട് ഈ വിഷയത്തില്. അതുപോലെ ഒബിൽ ബാത്തുലി, ചിലപ്പോ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? ബാത്തുലായിട്ട് സംസാരിക്കുന്നു. അപ്പോ ഇത് രചിക്കാനുള്ള വേറൊരു കാരണം പറയാണ്. ഈ വിഷയത്തിൽ ആളുകൾ പലപ്പോഴും എന്ത് ചെയ്യലുണ്ട്? പല സംസാരങ്ങളും നടത്തലുണ്ട്. അതിൽ ചിലതെല്ലാം എന്താണ്? ഹക്കായതായിരിക്കും. വേറെ ചിലപ്പോ ബാത്തുലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പല കാര്യങ്ങളും ഈ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. ആ ബാത്തുലായി സംസാരിക്കാനുള്ള കാര്യം എന്താണ്? അന്നാഷി അനിൽ ജഹ്ലി അവ തഅസ്സുബി താറത്തൻ ഉഖറ. ചിലപ്പോ അറിവില്ലായ്മയായിരിക്കാം. അതല്ല അറിവില്ലായ്മയിൽ നിന്നും ഉണ്ടായിത്തീരുന്ന ഉത്ഭവിക്കുന്നതാണ്. അതല്ലെങ്കിൽ താസുബ് കൊണ്ടായിരിക്കാം, ഏതെങ്കിലും കക്ഷിത്വ താല്പര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഞാൻ ഇന്ന ത്വരീഖത്ത് ഫോളോ ചെയ്യുന്ന ആളാണ്, ഇന്ന ഷെയ്ഖിനെ പിന്തുടരുന്ന ആളാണ്, ആ ഷെയ്ഖ് ആ വിഷയത്തിൽ എന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഈ അസ്മാകളുടെ കാര്യത്തിൽ, സിഫാത്തുകളുടെ കാര്യത്തിൽ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള കാരണത്താലാകാം. അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും അഹബബ്തു അൻ അക്തുബ ഫീഹി മാ തയസ്സറ മിനൽ ഖവായിദി, എന്ത് ചെയ്യുന്നു? ഞാൻ ഈ വിഷയത്തിൽ എഴുതാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എളുപ്പമാകുന്നതായ ഖായിദകൾ. എങ്ങനെയാണ് ഞാനിത് എഴുതുന്നത്? റാജിയം മിൻ അല്ലാഹി തആല, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവനായ നിലയിലാണ്. അയ്യജഅല അമലി ഖാലിസൻ ലിവജ്ഹിഹി, എന്റെ ഈ അമൽ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ വജ്ഹില് വേണ്ടിയിട്ട് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി മുഖേന അള്ളാഹുവിന്റെ പ്രതിഫലമാണ് ഞാൻ കാക്ഷിക്കുന്നത്. അതിൽ മുവാഫിഖൻ ലിമർദാത്തിഹി, അള്ളാഹുവിന്റെ തൃപ്തിയോട് യോജിക്കുന്നതായ നിലയിലും, നാഫിഅൻ ലിഇബാദിഹി, അവന്റെ അടിമകൾക്ക് പ്രയോജനം ചെയ്യുന്നതായ നിലയിലും ഞാനിത് ചെയ്യാണ്, എഴുതാൻ ആഗ്രഹിക്കുകയാണ്. വസമ്മൈതുഹു, ഇതിന് ഞാൻ പേര് വച്ചിരിക്കുന്ന ഖവായിദുൽ മുസ്ല ഫി സിഫാത്തില്ലാഹി തആല വ അസ്മാഇഹി അൽ ഹുസ്ന എന്നാണ്. അൽ ഖവായിദുൽ മുസ്ല, ഏറ്റവും ശ്രേഷ്ഠകരമായ ചില ഖായിദകൾ അള്ളാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ച്, അതേപോലെ ഹുസ്നയായ അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ചും. ഇതാണ് മുസന്നിഫ് റഹ്മഹുള്ള ഇതിന്റെ മുഖദ്ദിമയായിട്ട് കൊണ്ടുവരുന്നത്. ശേഷം ഇതിന്റെ ഖായിദയിലേക്ക് കടക്കുകയാണ്. ഇതില് പ്രധാനമായിട്ടും 18 ഖായിദയാണ് മുസന്നിഫ് റഹ്മഹുള്ള കൊണ്ടുവരുന്നത്. 18 ഖായിദ എന്ന് പറഞ്ഞാൽ ഇതില് അള്ളാഹുവിന്റെ അസ്മാകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 ഖായിദകൾ പറയുന്നുണ്ട്. അതേപോലെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 ഖായിദകൾ പറയുന്നുണ്ട്. പിന്നെ ഈ അസ്മാ സിഫാത്തുകൾ സ്ഥിരപ്പെടുത്താനുള്ള അദില്ലത്തുകൾ എന്താണ്? ആ അദില്ലത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? 4 ഖായിദയും കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ആകെ 14 ഖായിദകളാണ് ഇതില് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതില് ഖവാഇദു ഫി അസ്മാഇല്ലാഹി തആല, ഒന്നാമത്തേതാണ് അൽ ഖായിദത്തുൽ ഊല അസ്മാഉല്ലാഹി തആല കുല്ലുഹാ ഹുസ്ന. ഒന്നാമത്തെ ഖായിദ ഈ വിഷയത്തിൽ ഇതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാകൾ മുഴുവനും എന്താണ്? ഹുസ്നയാണ്.
പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹു ഇത് വിവരിക്കുന്നുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അതേപോലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാത്ത് തുടങ്ങുന്ന ആയത്ത്. അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ അസ്മാഉകൾക്ക് അൽ ഹുസ്ന എന്ന വിശേഷണം അള്ളാഹു നൽകുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ അസ്മാഉകൾ അഖിലവും അത് ഹുസ്നയാണ് എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കായിദ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഓരോ കായിദയും വളരെ പ്രധാനപ്പെട്ട കായിദകളാണ്. അത് ഓരോ കായിദകൾ കഴിയുമ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ കേവലം ഇങ്ങനെ വായിച്ചു പോകുന്നതിനേക്കാൾ അപ്പുറം അതിനെ ഒന്ന് കൃത്യമാക്കാൻ വബത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഉലമാക്കൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ കായിദയിലും അടങ്ങിയിരിക്കുന്ന അത് നമ്മൾ എഴുതുകയും അതേപോലെ തന്നെ ഈ കായിദ പ്രധാനമായിട്ട് അത് മനഃപ്പാഠം ആക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ. ഇത് പറയുന്ന 18 കായിദകൾ എന്ത് ചെയ്യണം, അതിന്റെ കായിദ കാണാതെ പഠിക്കുക. അതുപോലെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം വളരെ ഷോർട്ടായിട്ട് ചോദ്യോത്തര രൂപങ്ങളിൽ ചില ഉലമാക്കള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വളരെ ഗുണം ചെയ്യുന്നതാണ്. ആ രീതിയിലാണ് ഇൻഷാ അല്ലാഹ് പഠനം നമ്മൾ തുടരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ ഇസ്മുകള് ഹുസ്നയാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ബാലിഗത്തുൻ ഫിൽ ഹുസ്നി ഗായതഹു. ഹുസ്നിന്റെ കാര്യത്തില് അതിന്റെ അറ്റം തൊട്ടതാണ്. അപ്പോ അത് ഹുസ്നിന്റെ വിഷയത്തിൽ അതിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ സവിശേഷത, ഗുണം, ഈ കാര്യത്തില് എന്താണോ അറ്റമില്ല, അതിന്റെ അറ്റം നിർവചിക്കപ്പെടാൻ പറ്റാത്തതാണ്. അപ്പൊ അത് ഏറ്റവും അങ്ങേയറ്റത്താണെന്നാണ് ഷേഖ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുസ്നയുടെ കാര്യത്തില്. കാരണം ഖാല അല്ലാഹു തആല വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് എന്തുണ്ട്, ഹുസ്നയായ അസ്മാകളുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയാണ് എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ കാരണം? അതിനുള്ള കാരണമാണ് വിവരിക്കുന്നത്. വദാലിക ലിഅന്നഹ മുതദമ്മിനത്തുൻ ലിസിഫാത്തിൻ കാമിലത്തിൻ ലാ നഖ്സ ഫീഹാ ബിവജ്ഹിൻ മിനൽ വുജൂഹ് ലാ ഇഹ്തിമാലൻ വലാ തഖ്ദീറ. അതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്മുകള്, നാമങ്ങള് അത് ഹുസ്നയാണ് എന്ന് പറയാനുള്ള കാരണമാണ് ഇവിടെ മുസന്നിഫ് റഹ്മഹുല്ലാഹ് വിശദീകരിച്ചത്. അതായത് അത് ഏത് ഇസ്മാകട്ടെ, അള്ളാഹുവിനുള്ള ഏത് ഇസ്മിലും അത് ചില സിഫാത്തുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം. ലിഅന്നഹാ മുതദമ്മിനത്തുൻ ലിസിഫാത്തിൻ കാമിലത്തിൻ. പ്രധാനപ്പെട്ട 2 കാര്യമാണ് അവിടെ പറഞ്ഞത്. ഒരു ഇസ്മ അത് അള്ളാഹുവിന്റെ ഇസ്മായി മാറണമെങ്കിൽ ഈ പ്രധാനപ്പെട്ട 2 നിബന്ധനകളും പാലിച്ചിരിക്കണം. ഒന്ന്, അതിലൊരു സിഫത്ത് ഉണ്ടാകണം. രണ്ടാമത്, ആ സിഫത്ത് എന്തായിരിക്കണം, കാമിലത്തായിരിക്കണം. എന്നാൽ മാത്രമേ അത് അള്ളാഹുവിന്റെ ഇസ്മായിട്ട് പറയാൻ പറ്റുള്ളൂ. വദാലിക ലിഅന്നഹാ മുതദമ്മിനത്തുൻ ലിസിഫാത്തിൻ കാമിലത്തിൻ. കാമിലത്തായ സിഫാത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇസ്മുകൾ ധാരാളം ആളുകൾക്ക് ഇസ്മുണ്ടാവും. ആ ഇസ്മില് അടങ്ങിയിരിക്കുന്ന വിശേഷണം ചിലപ്പോൾ അവൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഒരാളുടെ പേര് കരീമെന്നായിരിക്കും, ഉദാരത കാണിക്കുന്നവനാണ്. പക്ഷെ ഇത് അവനൊരു അലമാണ്, അവനെ അറിയിക്കുന്ന ഒരു നാമമാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറം അവനില് ആ കർമ്മം എന്ത് ചെയ്യുന്നില്ല, ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഉദാരത അവനിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഇസ്മ അങ്ങനെയല്ല. അള്ളാഹുവിന് ഏതൊരു ഇസ്മുണ്ടോ അതിലെന്തുണ്ടാവും, അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു സിഫത്ത് ഉണ്ടാവും. ആ സിഫത്ത് കാമിലത്താകണം എന്നുള്ളതാണ്. ചില സിഫാത്തുകൾ ചില സമയത്ത് കാമിലത്തായിരിക്കും, ചിലപ്പോൾ അത് നഖസ് നിറഞ്ഞതായിരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ ഒരു ഇസ്മ അങ്ങനെയാവില്ല. ആ ഇസ്മിലുള്ള സിഫത്ത് എങ്ങനെയായിരിക്കും, കാമിലത്ത് തന്നെയായിരിക്കും. എന്താണ് ലാ കാമിലത്താകണം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ നഖ്സ ഫീഹാ ബിവജ്ഹിൻ മിനൽ വുജൂഹ്. ഒരർത്ഥത്തിലും ഒരു രീതിയിലും അതിൽ എന്തുണ്ടാകാൻ പാടില്ല, ന്യൂനത ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ കാമിലത്താണ് എന്നുള്ള ഉദ്ദേശം. അതിനുശേഷം മാമൂർ പറയണില്ല ഇഹ്തിമാലൻ വലാ തഖ്ദീറ. ഇഹ്തിമാൽ നിലയിലും തഖ്ദീർ നിലയിലും അതിനെ ഷെയ്ഖ് തന്നെ വിശദീകരിക്കുന്നുണ്ട് എന്താണ് അതുകൊണ്ട് അർത്ഥം എന്ന്. അപ്പൊ ഒരു രീതിയിലുമുള്ള നഖ്സ് ഉണ്ടാകാൻ പാടില്ല. ഇഹ്തിമാൽ എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം നോക്കുമ്പോൾ ചില ഇഹ്തിമാലുകൾ ഉണ്ടാവുക.
അതിനെന്തുണ്ടാവുക, ചില ആ പദത്തിന്റെ ലഫ്ളിന്റെ അർത്ഥം പരിഗണിച്ച് നോക്കിയാൽ ചിലപ്പോൾ അതിനെന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാകാൻ ചില കാര്യങ്ങൾക്ക്. അങ്ങനെയുള്ളതാണ് എന്താവൂല, അള്ളാഹുവിന്റെ ഇസ്മാവൂല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് അള്ളാഹു മക്ർ ചെയ്യും. അള്ളാഹുവിനെ ആരെങ്കിലും മക്ർ ചെയ്യാൻ നോക്കി അള്ളാഹു എന്ത് ചെയ്യും, മക്ർ ചെയ്യും. മക്ർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എന്താണ്, ഒരു ചതിപ്രയോഗം പോലെയാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ മാക്കിർ എന്ന് പേര് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം ലഫ്ള് നിലയിൽ അത് അതിന് പല ഇഹ്തിമാലുകളുണ്ട്. തെറ്റായ മോശപ്പെട്ട അർത്ഥങ്ങൾ അതിന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെന്താവൂല, അള്ളാഹുവിന്റെ പേരെന്നുള്ള നില അത് കാമിലാവൂല എന്നുള്ള കാരണത്താലാണ്. അതിലടങ്ങിയിരിക്കുന്ന സിഫത്ത് കാമിലാവൂല. എന്നാൽ അള്ളാഹു ചില സമയത്ത് ഇപ്പൊ ഒരാള് എന്നെ ചതിക്കാൻ വരുന്നുണ്ട്, അപ്പോ അത് ഞാൻ അറിയുക എന്നുള്ളത് എന്റെ നല്ല വിശേഷനാണ്. അപ്പൊ അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ സമയങ്ങളിൽ മാത്രമേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ, അള്ളാഹു മക്കർ അങ്ങോട്ട് പ്രയോഗിക്കുള്ളൂ. കൈത് അങ്ങോട്ട് പ്രയോഗിക്കണി അള്ളാഹുവിനെ ആരെങ്കിലും ഇങ്ങോട്ട് മക്കർ ചെയ്യാൻ വരുമ്പോഴാണ് അള്ളാഹു എന്ത് ചെയ്യുള്ളൂ, തിരിച്ചങ്ങോട്ട് പ്രയോഗിക്കുള്ളൂ. അപ്പൊ ആ സമയത്ത് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആളെ തിരിച്ചറിഞ്ഞ് തിരിച്ച് കൊടുക്കുക എന്നുള്ളത് എന്താണ്, നല്ല കാര്യമാണ്. അത് നല്ല സിഫത്താണ്, നല്ല ഗുണമാണ്. നേരെ മറിച്ച് അല്ലാത്ത സമയത്ത് ഒരാൾ അങ്ങോട്ട് ചതിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് മോശം അർത്ഥം വരുന്ന കാര്യമാണ്. അപ്പൊ ആ പദത്തില് ലഫ്ലിയായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും, ഒരു ന്യൂനതയുണ്ട്. അതുകൊണ്ട് അതിനെ അള്ളാഹു ഇസ്മെന്ന് പറയാൻ പറ്റൂല. ആ ഒരു പ്രവൃത്തി അള്ളാഹുവിന് സംഭവിക്കാമെങ്കിലും അത് കാമിലായ അവസ്ഥയിൽ, സമ്പൂർണമായ വിശേഷണം പിടിക്കപ്പെടാൻ പറ്റുന്ന അവസ്ഥയിൽ മാത്രമേ അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് മുത്തലക്കം പറയാൻ പറ്റില്ല, അള്ളാഹു മാക്കറാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് അള്ളാഹുവിന്റെ ഇസ്മായിട്ട് എന്ത് ചെയ്യൂല, പറയൂല. അതേപോലെ തന്നെ കൈദ് ചെയ്യുന്നുള്ള, അതുപോലെ തന്നെ അസ്സാഹിർ, അൽ മുസ്തഹസി, ഇതൊന്നും അള്ളാഹു പറയാൻ പറ്റൂല. ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, കൈദ് വച്ചുകൊണ്ട് അള്ളാഹു ഇതെല്ലാം ചെയ്യും, പ്രവർത്തിക്കും. പക്ഷെ അത് എന്റെ പേരിൽ അള്ളാഹുവിനെ ആ പേര് നൽകാൻ പറ്റുമോ? പറ്റൂല. കാരണം ആ ലഫ്ളിൽ എന്തുണ്ട്, ചില ഇഹ്തിമാലാത്തുകളുണ്ട്, ന്യൂനതകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളത് എന്ത് ചെയ്യൂല, അള്ളാഹുവിന് നാമായിട്ട് വരൂല. അതേപോലെ തന്നെ വലാ തഖ്ദീറൻ എന്നാ പറഞ്ഞത്, തഖ്ദീറിലും സംഭവിക്കൂല. തഖ്ദീറൻ എന്നുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് എന്താണ്, റിഹിനില് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ലഫ്ളിൽ ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോ അള്ളാഹു സംസാരിക്കുന്നവനാണ്, മുത്തക്കല്ലിമാണ്. ഇത് അള്ളാഹുവിന്റെ പേരാണെന്ന് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ മുരീദ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവനാണ്, ഇറാദത്തുണ്ട് അള്ളാഹ്ക്ക്. അതുകൊണ്ട് അള്ളാഹുവിനെ അൽ മുരീദ് എന്ന് വിളിക്കോ, ഇസ്മായിട്ട് വിളിക്കൂല. അതുപോലെ അൽ ഫായില്, ഫആലുൽ ലിമാ യുരീദാണ്, അള്ളാഹു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ഫായിൽ എന്ന് പേരിടൂല. അവിടെ ഫായിൽ അല്ലെങ്കിൽ മുരീദ്, അൽ മുത്തക്കല്ലിം, ഈ പദത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? ഒരു ന്യൂനത ഇല്ലാത്ത പദമാണ്, ലഫ്ലിയായിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ റിഹിനിൽ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്തേക്കാം, ചില പ്രയാസങ്ങൾ തോന്നിയേക്കാം. അപ്പൊ ഫായിലാണെന്ന് പറയുമ്പോൾ ഒരാള് പ്രവർത്തിക്കുന്നത് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാം, മോശം കാര്യങ്ങൾ പ്രവർത്തിക്കാം. അപ്പൊ ദിഹിനിയായിട്ട് ചിലപ്പോൾ മനസ്സിൽ തോന്നുമ്പോൾ സാങ്കല്പികമായിട്ട് എന്തേക്കാം, അതിനകത്ത് ചിലപ്പോൾ ന്യൂനതകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെയും എന്താവില്ല, ഇസ്മ എന്നുള്ള നിലയിൽ അള്ളാഹുവിന് പറയാൻ പറ്റൂല. അതാണ്. അപ്പൊ ഒരു രീതിയിലും ഇഹ്തിമാൽ എന്ന നിലയിലോ തഖ്ദീർ എന്ന നിലയിലോ ഒരു രീതിയിലുള്ള ന്യൂനതയും ഇല്ലാതെ കാമിലത്തായ സിഫാത്തുകൾ അടങ്ങിയതാണ് എന്ത്, അള്ളാഹുവിന്റെ അസ്മാകൾ. അതുകൊണ്ടാണ് അതിനെന്തെന്ന് പറയുന്നത്, അത് ഹുസ്നയാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇനി ചില ഉദാഹരണങ്ങളാണ് അതിന് പറയുന്നത്. മിസാൽ ദാലിക അൽ ഹയ്യു എന്നുള്ളത് എന്താണ്, അള്ളാഹുവിന്റെ ഒരു പേരാണ്, ഇസ്മാണ്. ഇസ്മു മിൻ അസ്മാഇല്ലാഹി തആല, അള്ളാഹുവിന്റെ അസ്മാകളിൽ നിന്നുള്ളൊരു ഇസ്മാണത്. കാരണം എന്താണ്, മുതദമ്മിനുൽ ലിൽ ഹയാത്തിൽ കാമില, അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അൽ ഹയാത്ത് എന്നുള്ള സിഫത്ത് അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ആ സിഫത്താകട്ടെ കാമിലത്താണ്. ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഇഹ്തിമാലാത്തുകളില്ല, അതിന്റെ അത് കമാലല്ല, നുക്സാൻ വരുന്ന ഏതെങ്കിലും ഇഹ്തിമാൽ അതിലില്ല. അല്ലത്തി ലം തുസ്ബഖ് ബിഅദമി, ആ ഹയാത്ത് അദമ് കൊണ്ട് മുൻകടക്കപ്പെടാത്തതാണ്. അപ്പോ മറ്റുള്ള ആളുകളുടെ ജീവൻ എന്ന് പറയുന്നത് എന്താണ്, അതിനു മുമ്പ് ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അള്ളാഹുവിന് ജീവനില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടോ? ഇല്ല. അതേപോലെ വലാ യൽഹഖുഹാ സവാലുൻ, അതിനില്ലാതെയാകൂ, അതുണ്ടാവുകയില്ല. അൽ ഹയാത്തുൽ മുസ്തൽസിമത്തു ലികമാലി സിഫാത്തി, അതേപോലെ തന്നെ ആ ഹയാത്തിന്റെ വേറൊരു പ്രത്യേകത എന്താണ്, അത് അനിവാര്യമാക്കി തീർക്കുന്നുണ്ട് ഇൽമ, ഖുദ്റത്ത്, സമഅ, ബസർ, ഇതുപോലുള്ളതായ മറ്റുള്ള പല സിഫാത്തുകളെയും, കമാലായ സിഫാത്തുകളെയും അത് അനിവാര്യമാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു ഹയ്യാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് വേണം, അത് തന്നെ നിർബന്ധമാക്കി തീർക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഇൽമും, അതേപോലെ തന്നെ ഖുദ്റത്തും,
അള്ളാഹുവിന്റെ സമഉം ബസറും ഇതെല്ലാം ആ സിഫത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു കാമിലായ സിഫത്തിനെ അൽ ഹയ്യ് എന്നുള്ള ഇസ്മ കാമിലായ ഹയാത്ത് എന്നുള്ള സിഫത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളിക്കുന്നുണ്ട്. മാത്രമല്ല അത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കമാലായ മറ്റു പല സിഫാത്തുകളെയും ഇൽമ്, ഖുദ്റത്ത്, സമഅ്, ബസർ, ഹയ്യാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും അവിടെ ഇൽമും ഖുദ്റത്തും സമഉം ബസറും എല്ലാം ഇതിന്റെ പിന്നിൽ എന്ത് ചെയ്യുന്നതാണ്, വരുമെന്നാണ്. അത് ശേഷം വിശദീകരിക്കുന്നുണ്ട് ചില കായികകളിൽ, ഇൻഷാ അല്ലാഹ് അവിടെ പറയാം. അതുപോലെ മിസാലുൻ ആഖർ അൽ അലീം, അത് അല്ലാഹുവിന്റെ ഇസ്മാണ്, ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹി തആല മുതളമ്മിനുൻ ലിൽ ഇൽമിൽ കാമിൽ, അതിലും എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ കാമിലായ ഇൽമ് എന്നുള്ള സിഫത്ത് അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അല്ലദീ ലം യുസ്ബഖ് ബിജഹ്ലിൻ, ആ ഇൽമിന്റെ പ്രത്യേകത എന്താണ്, ജഹ്ൽ മുൻകടന്നിട്ടില്ല അതിനെ. അതുപോലെ വലാ യൽഹഖുഹു നിസ്യാനുൻ, ഇനി ആ ഇൽമിന് മറവി സംഭവിക്കാനുണ്ടോ, അതുമില്ല. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യദില്ലു റബ്ബി വലാ യൻസാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് അത് എന്താണ്, അതിനെ സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ ഇൽമ് എന്റെ റബ്ബിന്റെ അടുക്കലാണ്. അതിനെ സംബന്ധിച്ചുള്ള ഇൽമ് അവന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യദില്ലു റബ്ബി വലാ യൻസാ, എന്റെ റബ്ബിന് എന്ത് ചെയ്യില്ല, തെറ്റിപ്പോവുകയില്ല, പഴച്ചു പോവുകയില്ല, മറന്നു പോവുകയുമില്ല. അപ്പൊ ആ രീതിയിലുള്ള ഇൽമാണ് അള്ളാഹുവിന്റെ ഉള്ളത്. അതുപോലെ അൽ ഇൽമുൽ വാസിഉൽ മുഹീതു ബികുല്ലി ഷൈഇൻ ജുംലതൻ വ തഫ്സീലൻ, എല്ലാ സംഗതികളെയും സംബന്ധിച്ചുള്ള, എല്ലാ വസ്തുക്കളെയും സംബന്ധിച്ചുള്ള വിശാലമായ ഇൽമ് ഉടയവനാണ് അള്ളാഹു. അത് ജുംലത്തൻ വ തഫ്സീലൻ, മൊത്തത്തിലുള്ള ഇൽമുണ്ട്, അതേപോലെ തന്നെ ഓരോ കാര്യത്തെ സംബന്ധിച്ച് എന്താണ് തഫ്സീലിയായിട്ട് വളരെ വിശദമായ ഇൽമും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇൽമിന്റെ പ്രത്യേകതയാണ്. സവാഉൻ മാ യതഅല്ലഖു ബി അഫ്ആലിഹി ഔ അഫ്ആലി ഖൽഖി, അത് അല്ലാഹുവിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഇൽമാകട്ടെ അല്ലെങ്കിൽ സൃഷ്ടികരുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഇൽമാകട്ടെ. ഖാല അല്ലാഹു തആല വഇൻദഹു മഫാത്തിഹുൽ ഗൈബി, അല്ലാഹു പറയുന്നുണ്ട് ഗൈബിന്റെ മഫാത്തിഹുകൾ, അതിന്റെ ഖജനാവ് അത് അല്ലാഹുവിന്റെ അടുക്കലാണ്. ലാ യഅലമുഹാ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ അതിനെ എന്ത് ചെയ്യില്ല, അറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹരി, കടലിലും കരയിലും ഉള്ളതെല്ലാം അവൻ അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു ഇല വീഴുന്നില്ല എന്നാണ് അല്ലാഹുവിന്റെ അറിവ് കൊണ്ടല്ലാതെ. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വളരെ വ്യക്തമായി കിതാബിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഉണങ്ങിയതോ പച്ചയോ ആയതായ ഒരു ഹബ്ബത്ത് വരെയും ഭൂമിയുടെ ഇരുളറകളിൽ ഒന്നും തന്നെ എന്തില്ല ഇല്ല, അതെല്ലാം അള്ളാഹു ചെയ്യുന്നുണ്ട്, സൂക്ഷ്മമായി അറിയുന്നുണ്ട്. അതേപോലെ തന്നെ വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഒരു ദാബത്തുമില്ല ഭൂമിയില്, ഒരു ജന്തുവുമില്ല, ഒരു ജീവജാലവുമില്ല, അതിന്റെ റിസ്ഖ് അള്ളാഹുവിന്റെ മേലുള്ള, അള്ളാഹു ഏറ്റെടുത്തിട്ടല്ലാതെ എന്നർത്ഥം. ഇല്ല അലല്ലാഹി റിസ്ഖുഹാ, അതിന്റെ റിസ്ഖ് അള്ളാഹുവിന്റെ മേലുള്ള ബാധ്യതയായിട്ടല്ലാതെ. വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ, അള്ളാഹു അതിന്റെ മുസ്തഖറും മുസ്തൗദഅവും അറിയുന്നു. മുസ്തഖർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ അവരുടെ പാർപ്പിടങ്ങൾ, പല വിശദീകരണങ്ങളുണ്ട്. ഒന്ന് എന്താണ്, അവരുടെ ആഖിറത്തിലുള്ള മഅവയാണ് എന്ന് ചില ഉലമാക്കൾ മുഫസ്സിരീങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഭൂമിയിൽ അവരുടെ താമസ സ്ഥലം, അവരുടെ വാസസ്ഥലം, രാവിലും പകലിലും ഉള്ളതായ അവരുടെ സ്ഥലങ്ങള്. മുസ്തൗദഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ മരിച്ചാൽ എവിടെയാണ് കബറടക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് മരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വ്യത്യസ്ത തഫ്സീറുകളുണ്ട്. അപ്പൊ ഇതെല്ലാം അള്ളാഹു എന്ത് ചെയ്യുന്നു, അറിയുന്നു. കുല്ലും ഫീ കിതാബിൻ മുബീൻ, എല്ലാം തന്നെ എന്ത് ചെയ്യുന്നില്ല, വ്യക്തമായ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. യഅലമു മാ ഫിസ് സമാവാതി വൽ അർദി വയഅലമു മാ തുസിറൂന വമാ തുഅലൂന, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും അവൻ അറിയുന്നുണ്ട്. നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കി വെക്കുന്നതും അള്ളാഹു അറിയുന്നു. വല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിലുള്ളത് വരെയും എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നത്. അപ്പൊ ഈ രീതിയിൽ സമ്പൂർണമായ വിശേഷണം അടങ്ങുന്നതാണ് എന്ത്, ഈ അലീം എന്നുള്ളതായ ഇസ്മ. മിസാലുൻ സാലിസുൻ, മൂന്നാമതൊരു ഉദാഹരണം പറയുന്നുണ്ട്, അർ റഹ്മാൻ എന്നുള്ളതാണ്. ഇസ്മു മിൻ അസ്മാഇല്ലാഹി തആല, അത് അല്ലാഹുവിന്റെ അസ്മാകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. മുതളമ്മിനുൻ ലിറഹ്മത്തിൽ കാമില, കാമിലത്തായ റഹ്മത്ത് എന്ന സിഫത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അല്ലത്തി ഖാല അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനെക്കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹി, അതായത് ഒരു സ്ത്രീ എന്ത് ചെയ്തപ്പോൾ അവരുടെ കുട്ടിയെ തടവ് പുള്ളികളിൽ നിന്ന് അവരുടെ കുട്ടിയെ നഷ്ടപ്പെട്ടിട്ട് കിട്ടിയപ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട്, യാനി ഉമ്മ സബിയിൻ വജദതുഹു ഫി സബീൽ,
തടവ് പുള്ളികളിൽ നിന്ന് തന്റെ കുട്ടിയെ കിട്ടിയതായ ഉമ്മയെ കുറിച്ചാണ് പറയണത്. അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വയറ്റിലേക്ക് ചേർത്ത് മുലയൂട്ടി. മുത്തദമ്മീനുൻ അയ്ളൻ. അപ്പൊ എന്ത് ചെയ്തു? ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലല്ലാഹു അർഹമു ബിഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് ഏറ്റവും റഹ്മത്ത് ചൊരിയുന്നവനാണ് മിൻ ഹാദിഹി ബിവലദിഹ, ഈ സ്ത്രീ ഈ കുട്ടീനോട് കാണിക്കുന്ന റഹ്മത്തിനേക്കാൾ. അതേപോലെ തന്നെ മുത്തദമ്മിനുൻ അയ്ളൻ ലിർറഹ്മത്തിൽ വാസിഅത്തിൽ ലതി ഖാല അല്ലാഹു അൻഹാ, വാസിഅത്തായ വിശാലമായ അല്ലാഹുവിന്റെ റഹ്മത്ത് എന്നുള്ള സിഫത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നു, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എന്റെ റഹ്മത്ത് സകല വസ്തുക്കളിലും എന്താണ്? വിശാലമായതാണ്. വഖാല അൻ ദുആഇൽ മലായികത്തി ലിൽ മുഅ്മിനീൻ, മലായികത്ത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പ്രാർത്ഥനയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമ. മലക്കുകളുടെ പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ റബ്ബേ നീ എന്ത് ചെയ്തിരിക്കുകയാണ്? വിശാലമായിരിക്കുകയാണ്. കുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളിലും. എന്തിനാൽ? റഹ്മതൻ വ ഇൽമ, അതായത് നിന്റെ ഇൽമിനാലും റഹ്മത്തിനാലും സകല വസ്തുക്കളിലും നീ വിശാലമായിരിക്കും. അപ്പൊ നിന്റെ റഹ്മത്തും നിന്റെ ഇൽമും സകല വസ്തുക്കൾക്കും ലഭിക്കുന്നതാണ് എന്നർത്ഥം. അപ്പൊ ഈ രീതിയിൽ ഈ അർ-റഹ്മാൻ എന്നുള്ളതായ ഇസ്മ എന്ത് ചെയ്യുന്നുണ്ട്? റഹ്മത്തിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടിയിട്ട് ഇമാം അവറുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് والحسن في أسماء الله تعالى يكون باعتبار كل اسم على انفراده. അള്ളാഹുവിന്റെ അസ്മാകളിലുള്ള ഹുസ്ന്, അതിന്റെ സൗന്ദര്യം, അത് യകൂനു ബിഅതിബാരി കുല്ലി ഇസ്മിൻ അല ഇൻഫിറാദിഹി, അതിനെ പരിഗണിക്കുന്നത് എങ്ങനെയാണ്? ഓരോ ഇസ്മിലും ഒറ്റക്കൊറ്റക്കെടുത്ത് പരിഗണിച്ചാൽ അതിനെന്തുണ്ട്? ഈ പറയുന്ന ഹുസ്നുണ്ട്. അതേപോലെ വയകൂനു ബിഅതിബാരി ജംഇഹി ഇലാ ഗൈരി, ഒരു ഇസ്മിനെ വേറൊരു ഇസ്മിലേക്ക് ജംഇ ചെയ്താൽ അതിനെ പരിഗണിക്കുമ്പോഴും അതിനെന്തുണ്ട്? വേറൊരു ഹുസ്നുണ്ട്. ഫയഹ്സുലു ബിജംഇൽ ഇസ്മി ഇലൽ ആഖിരി കമാലുൻ ഫൗക കമാൽ. അപ്പോൾ ഒരു ഇസ്മിനെ വേറൊരു ഇസ്മിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ആ കമാലിന്റെ മേല് കമാലായി മാറും. അതിന് ഉദാഹരണം എന്താണ്? ഉദാഹരണം പറഞ്ഞാൽ മിസാൽ ദാലിക അൽ അസീസുൽ ഹക്കീം. ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇസ്മുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇസ്മിനോട് വേറെ ഇസ്മിലേക്ക് ചേർത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ അസീസ് ഹക്കീം എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഫഇന്നല്ലാഹു തആല യജ്മഉ ബൈനഹുമാ ഫിൽ ഖുർആനി കസീറൻ, ഖുർആനിൽ ധാരാളം ഇതിങ്ങനെ ചേർത്ത് പറയുന്നുണ്ട്. ഫയകൂനു കുല്ലു മിൻഹുമാ ദാല്ലൻ അലൽ കമാലിൽ ഖാസ് അല്ലദി യഖ്തദിഹി. അപ്പോ ഇതിൽ ഓരോ ഒന്നും എന്ത് ചെയ്യുന്നുണ്ട്? അറിയിക്കുന്നതാണ് അലൽ കമാലിൽ ഖാസി അല്ലദി യഖ്തദിഹി, അതിന്റെ ഖാസായ കമാലിന്റെ മേൽ അറിയിക്കും അതിന്റെ തേട്ട. അപ്പോ ഹക്കീം എന്നുള്ളത് അല്ലെങ്കിൽ അൽ അസീസ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? അതില് ഉള്ള സിഫത്തിന്റെ മേൽ അത് അറിയിക്കുന്നുണ്ട്, സമ്പൂർണമായ ഒരു സിഫത്തിന്റെ മേൽ. ഹിക്മത്ത് എന്നുള്ള അല്ലെങ്കിൽ ഇസ്സത്ത് എന്നുള്ള ഗുണത്തിന്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അറിയിക്കുന്നുണ്ട്, പ്രത്യേകമായിട്ട് അങ്ങനെ അറിയിക്കുന്നുണ്ട്. വഹുവൽ ഇസ്സത്തു ഫിൽ അസീസ് വൽ ഹുക്മു വൽ ഹിക്മത്തു ഫിൽ ഹക്കീം. അസീസ് എന്നുള്ളതില് ഇസ്സത്താണ് അടങ്ങിയിരിക്കുന്ന സിഫത്ത്. അതേപോലെ അൽ ഹക്കീം എന്നുള്ളതിൽ അള്ളാഹുവിന്റെ ഹുക്കുമും ഹിക്മത്തും ഒക്കെ ചെയ്തിട്ടുണ്ട്, അടങ്ങിയിട്ടുണ്ട്. എന്നാൽ വൽ ജംഉ ബൈനഹുമാ ദാലുൻ അലാ കമാലിൻ ആഖർ, അത് പരസ്പരം ചേർക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു കമാലിന്റെ മേലും അറിയിക്കുന്നുണ്ട്. ഈ പറഞ്ഞ രണ്ടല്ലാത്ത വേറൊരു ഗുണത്തിന്റെ മേലും എന്ത് ചെയ്യുന്നുണ്ട്? അറിയിക്കുന്നുണ്ട്. അതെന്താണ്? വഹുവ അന്ന ഇസ്സതഹു തആല മഖ്റൂനത്തുൻ ബിൽ ഹിക്മ, കാരണം അള്ളാഹുവിന്റെ ഇസ്സത്ത് ഹിക്മത്തുമായിട്ട് ചേർക്കപ്പെട്ടതാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ ഫൈസത്തുഹു ലാ തഖ്തദി ദുൽമൻ വജൗറൻ വസൂഅ ഫിഅലി, അള്ളാഹുവിന്റെ ഇസ്സത്ത് എന്ത് ചെയ്യുന്നില്ല? ളുൽമിനെ അത് തേടുന്നില്ല, അക്രമത്തെയോ മറ്റുള്ളവരുടെ മോശപ്രവർത്തികൾ നടത്തുന്നതിനെയോ അതിക്രമം കാണിക്കുന്നതിൽ. ഇപ്പം ഉദാഹരണം പറഞ്ഞാല് ഭൂമിയിൽ ഒരാൾ അസീസാണ്, അല്ലെങ്കിൽ ഒരു അധികാരമുള്ള ഒരാള്, അവന് വലിയ ഇസ്സത്തുള്ള ആളാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടാണ് പറയണത് ക്രൂരമായി പ്രവർത്തികൾ നടത്തുന്ന പല ആളുകളെ സംബന്ധിച്ചായിരിക്കും. അങ്ങനെ പല പ്രവർത്തികൾ നടത്തുമ്പോഴാണ് അവൻ വലിയൊരു പ്രതാപിയായി മാറുക. ഒരു രാജാവ് അവന് ഇസ്സത്തുള്ളവനാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? മറ്റുള്ളവരോട് അക്രമം കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തേണ്ടി വരും, മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്യേണ്ടി വരും. എന്നാൽ അള്ളാഹുവിന്റെ ഇസ്സത്ത് അങ്ങനെയാണോ? അതിലെന്തില്ല? ഈ പറയുന്ന അക്രമങ്ങളോ അനീതിയോ മോശപ്പെട്ട പ്രവർത്തനങ്ങളോ ഒന്നുമില്ല. കമാ ഖദ് യകൂനു മിൻ അഇസാഇൽ മഖ്ലൂഖീൻ, മഖ്ലൂഖീങ്ങളിലെ അഇസാക്കൾ അങ്ങനെയാണ്, അവരങ്ങനെയാണ് എന്തായിത്തീരുന്നത്? ഇസ്സത്തുള്ളവരായിത്തീരുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ്. فإن العزيز منهم قد تأخذه العزة بالإثم فيظلم ويجور ويسيء تصرف. ഒരു മഖ്ലൂഖീങ്ങളിൽ ഒരു അസീസ് എന്ത് ചെയ്യുന്നു? അവന് ഇസ്സത്ത് എടുക്കുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ പാപങ്ങൾ ചെയ്തിട്ടായിരിക്കും, ആളുകൾ അടിച്ചമർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള അധികാരം ചെലുത്തിക്കൊണ്ട്.
ഫയദ്ലിമു വയജൂറു വയുസിഉ തസറഫ്, മോശപ്പെട്ട പല പ്രവർത്തികളും ചെയ്യുമ്പോഴാണ് അവരെ എന്ത് ചെയ്യുന്നത്, ആളുകൾ പേടിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണാധികാരിയായി മാറണത്. പക്ഷെ അള്ളാഹുവിന്റെ ഈ ഇസ്സത്തിന് എന്തില്ല, അതിന്റെ ആവശ്യമില്ല. വകദാലിക ഹുക്മുഹു തആല വഹിക്മതുഹു മഖ്റൂനാനി ബിൽ ഇസ്സിൽ കാമിൽ. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഹിക്മത്ത്, ഒരാള് ഹിക്മത്തുള്ളവനാണ് അല്ലെങ്കിൽ അവന്റെ ഹുക്മ് ബിഖിലാഫി ഹുക്മിൽ മഖ്ലൂഖി വഹിക്മതിഹി ഫഇന്നഹുമാ യഅതരീഹിമാ അദ്ദുല്ലു. മഖ്ലൂഖീങ്ങളിൽപ്പെട്ട ഒരാള് അവൻ ഹിക്മത്തുള്ള ആളാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവനിൽ എന്ത് ചെയ്യും, എന്തെങ്കിലും ദുല്ലുണ്ടാവും. അവന് ഹിക്മത്ത്, സാധാരണ തന്നെ നമ്മൾ പറയില്ലേ ഹിക്മത്തിലൂടെ പെരുമാറണം എന്ന് പറയില്ല പല കാര്യങ്ങളും. ആ ഹിക്മത്തിലൂടെ പെരുമാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും, നമ്മൾ കുറച്ച് താഴ്ന്നു കൊടുക്കുകയും ഒരു നിന്ദ്യത നേരിടേണ്ടി വരികയും, അതൊക്കെ ആ ഹിക്മത്തിൽ അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ നിങ്ങൾ എല്ലാം വെട്ടി തുറന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്താവില്ല, ശരിയാവില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ മഖ്ലൂഖീങ്ങളിൽപ്പെട്ട ഒരാൾക്ക് അവൻ ഹിക്മത്ത് പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ദില്ലത്ത് നേരിടേണ്ടി വരും, ഒരു നിന്ദ്യത ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ അള്ളാഹുവിന്റെ ഹുക്കുമും ഹിക്മത്തും അങ്ങനെയാണോ? ഇല്ല, അത് ഇസ്സത്തുള്ളത് തന്നെയാണ്. അപ്പൊ ഈ ഹിക്മത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്സത്ത്, ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ ഈ പറയുന്ന ഒരു സമ്പൂർണത, വേറൊരു സമ്പൂർണത എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ഓരോ ഇസ്മുകളായിട്ട് പരിഗണിച്ചാലും അതിനെന്താണ്, ഈ പറയുന്ന ഒരു സമ്പൂർണമായ സിഫത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. അതിനെ ഒന്നിനെ വേറൊന്നിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഉള്ള സമ്പൂർണമായ സിഫത്തിനെ കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊന്നിലേക്ക് അറിയിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അസീസ് ഹക്കീമ് പോലെ അള്ളാഹുവിന്റെ ഇസ്സത്ത് എന്താണ്, അത് ദുൽമിന്റെയോ മറ്റൊന്നും ആവശ്യമില്ലാത്തതാണ്. അതുപോലെ അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്തിന്റെ ആവശ്യമില്ലാത്തതാണ്, നിന്ദ്യമാകേണ്ട ആവശ്യമില്ല, ഇസ്സത്തോടു കൂടി തന്നെ ഹിക്മത്ത് പ്രയോഗിക്കുന്നവനാണ് അള്ളാഹു. അതേപോലെ തന്നെ എന്താണ്, ഹിക്മത്തോടെ ഇസ്സത്തോടെ ഇവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഇതാണ് ഇതിലെ ഒന്നാമത്തെ ഖായിദ. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അതിൽ ഉള്ളടക്കവും എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാഹ് നമ്മള് വാട്സപ്പ് ഗ്രൂപ്പിലോ മറ്റൊക്കെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നന്നായിട്ട് പഠിച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ പഠിക്കുമ്പോൾ അതിന്റെ ഒരു ഗുണം ഉണ്ടാവും. കേവലം വായിച്ചു പോകുന്നതിനേക്കാളപ്പുറം അതിന്റെ പ്രധാനപ്പെട്ട ഖായിദ മാത്രം കാണാതെ പഠിക്കുക. ഇപ്പൊ ഈ ഇതില് പറഞ്ഞിരിക്കുന്ന ഖായിദ, ഒന്നാമത്തെ ഖായിദ ഇതാണ്, അസ്മാഉല്ലാഹി തആല കുല്ലുഹാ ഹുസ്ന എന്നതാണ്. അപ്പൊ അതില് പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഇസ്മുകൾ ഹുസ്നയാകുന്നത്, അതിന്റെ കാരണമാണ് വിശദീകരിച്ചത്. അതിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ഓരോ ഇസ്മുകൾ തനിച്ചെടുത്താൽ അത് എന്താണ്, ഈ പറയുന്ന രീതിയിൽ ഹുസ്നയുള്ളതാണ്, കമാലായ സിഫത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. ഒന്നിനെ വേറൊന്നിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുണ്ടാവും, അതിന്റെ അപ്പുറത്ത് വേറൊരു സിഫത്തിന്റെ മേൽ ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ്.